ഇന്ത്യയുടെ 53ാം ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് സത്യപ്രതിജ്ഞ ചൊല്ലി ചുമതലയേറ്റു. രാഷ്ട്രപതി ദ്രൗപദി മുർമു സത്യവാചകം ചൊല്ലിക്കൊടുത്തു. രാഷ്ട്രപതി ഭവനിലാണ് ചടങ്ങുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത് ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുത്തു. ബന്ദിപ്പൂരിനും നാഗർഹൊള്ള വനമേഖലയ്ക്കുമിടയിൽ ഗുണ്ടൽപേട്ടിന് സമീപം മലയാളികളുടെ കാർ തടഞ്ഞ് കവർച്ച ചെയ്തതായി പരാതി. കോഴിക്കോട് സ്വദേശിയായ സ്വർണ്ണപ്പണിക്കാരൻ വിനുവിനെയാണ് ആക്രമി സംഘം തടഞ്ഞുവെച്ച് 1.5 കോടി രൂപ വിലമതിക്കുന്ന 1.2 കിലോഗ്രാം സ്വർണം കൊള്ളയടിച്ചത്. വ്യാഴാഴ്ച രാത്രിയിൽ മാരുതി ബസ്രയിൽ നിന്ന് കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായതെന്ന് പരാതിയിൽ പറയുന്നു. തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 6 പേർക്ക് ദാരുണാന്ത്യം. 30ഓളം പേർക്ക് പരിക്കേറ്റു. ഇതിൽ 5 പേരുടെ നില ഗുരുതരമാണ്. തെങ്കാശി ജില്ലയിലെ ഇടയ്ക്കലിലെ ദുരൈസ്വാമിപുരത്തിനടുത്താണ് അപകടം നടന്നത്. ഹനാൻ ഷായുടെ സംഗീത പരിപാടിക്കിടെ കാസർഗോഡ് തിക്കിലും തിരക്കിലും പെട്ട് നിരവധി പേർ കുഴിഞ്ഞു വീഴുകയും വൻ ഗതാഗത കുരുക്കുണ്ടാകുകയും ചെയ്ത സംഭവത്തിൽ സംഘാടകർക്കെതിരെ കേസ്. 4 സംഘാടകർക്കും ഒരു കമ്മിറ്റി അംഗത്തിനുമെതിരെയാണ് കേസ്.